ശുദ്ധിക്ക് ദീനിൽ ഏറ്റവും സീറ്റുള്ളതാ, ബുദ്ധിക്കുമതിനാൽ കൂടുതൽ മാറ്റുള്ളതാ. അതുമാത്രമല്ലത് കൊണ്ട് ഹമ്മ് കുറഞ്ഞിടും, മലിനം കലർന്നാൽ ഏവനും വെറുക്കപ്പെടും. ദോഷങ്ങളാ മലിനങ്ങളിൽ ഉരമായത്, അത് കാരണം ഹൃദയങ്ങളാ ദുഷിക്കുന്നത്. ഹൃദയങ്ങളെന്നും ശുദ്ധിയായിരിക്കേണ്ടതാ, ഈമാന്റെ മാളമതാണതും ഓർക്കേണ്ടതാ. റബ്ബിൻ്റെ നോട്ടം തന്നെയും അതിലാണ്, അഴുക്കെന്ന് കണ്ടാൽ അവനതും വെറുപ്പാണ്. ഇത് ശുദ്ധിയാക്കാനുള്ള സോപ്പ തൗബ, അഴുക്കൊക്കെ നീക്കാൻ മെച്ചമാല റൈബ. ക്ഷണം തന്നെ അതിനാൽ കൽബകം ലംഘുന്നതാ, മന്നാന്റെ മൗഹിബത്തും അതിൽ ചൊരിക്കുന്നതാ. പരിശുദ്ധ ഹദറത്തിൽ കടക്കാൻ പിന്നെ ലൈസൻസ് തന്നത് പോലെയാണത് പൊന്നെ. ദോഷം പിടിച്ചാൽ അത് വുജൂബെന്നറിയണേ, ഒഴിക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ. പിന്തിക്കുവാൻ പാടില്ല, വേഗം വേണ്ടതാ എന്തും ഹദീസ് ഇജ്മാഇനാൽ സ്ഥിരപ്പെട്ടതാ. ചിന്തിപ്പിന്തിച്ച് പോയാൽ അതിന് വേണ്ടി പിന്നെയും തൗബ വുജൂബെന്നാണ് നിയമം തന്നെയും. ഇത് നീ സവാജിർ നോക്കിയാൽ കാണുന്നതാ, 206 പേജ് 2 വന്നതാ. അമലിന് തൗഫീഖും ഇതിൽ ബന്ധിച്ചതാ, ഇല്ലാത്തവർക്ക് അമൽ ചെയ്യുവാൻ ഉതകാത്തതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. മിൻഹാജിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. തൗബ കബൂൽ ചെയ്യുന്നതിൽ ഷർത്തുള്ളതാ, സുഹൃത്തുക്കളെ അത് താഴെ ഞാൻ കുറിക്കുന്നിതാ. നീ ചെയ്തതിൽ അതിരറ്റ ഖേദം വേണ്ടതാ, തൗബ അതാണെന്നും ഹദീസിൽ വന്നതാ. തൗബയുടെ തൂണിൽ ഏറ്റവും പ്രബലം ഇതാ, അടിതെറ്റിയാൽ മുടി ചെന്ന് തറ പറ്റുന്നതാ. അതുകൊണ്ട് ദുഃഖം പൂണ്ട് ഹൃദയം നിറയണം, ഇടിവെട്ടി കണ്ണിൽ നിന്ന് കുത്തി ചൊരിയണം. കണക്കറ്റ ഗുണം ചെയ്യുന്ന റബ്ബിനനിഷ്ടമായി, ഇവയൊക്കെ ഞാൻ ചെയ്തല്ലോ തന്നിഷ്ടത്തിലായി എന്നുള്ള ചിന്ത നിനക്ക് വന്നെത്തേണ്ടതാ. അത് കാരണം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതാ, കൂടാതെ അവൻ ശിക്ഷിക്കുമെന്നോർക്കേണ്ടതാ. അത് തടയുവാനൊരു ശക്തിയും ഇല്ലാത്തതാ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. വത്തൂരി സൂറത്തോതി നോക്കതിലുള്ളതാ. പാപങ്ങൾ ഓരോന്നെണ്ണി നീ പറയേണ്ടതാ, വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതെ വിടെ നിന്ന് നീ കരയണം. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ. പൊറുക്കൻ്റെ പാപം സയ്യിദീ വെറുക്കാതെ, പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ.